ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും വളരെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയം അമലോത്ഭവയാണെന്നുള്ള വിശ്വാസസത്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് പയസ് 9 മാർപ്പാപ്പയാണ് 1854. ഇന്ന് അത് സഭയിൽ തിരുനാളായിട്ട് ആഘോഷിക്കുന്നുമുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഭക്തിയും അമ്മയോടുള്ള വലിയ ആദരവും എല്ലാം തിരുസഭയിൽ ആദ്യ നൂറ്റാണ്ട് മുതലേ ഉണ്ടായിരുന്ന കാര്യമാണെന്ന് നമുക്കെല്ലാം അറിയാം. അതിൽ കുറവുകളൊന്നും വന്നിട്ടുമില്ല. സഭ എക്കാലത്തും അത് പരിപോഷിപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ അടുത്ത കാലത്ത് മാതാവിൻ്റെ യഥാർത്ഥത്തിലുള്ള റോൾ എന്താണ് രക്ഷാകര പ്രവൃത്തിയിൽ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ക്ലാരിറ്റി കൃത്യമായ വിധം പരിശുദ്ധ സിംഹാസനം നൽകുകയുണ്ടായി. ഈ കഴിഞ്ഞ നവംബർ 4 2025 ഔദ്യോഗികമായിട്ട് വത്തിക്കാൻ ഒരു രേഖ പുറപ്പെടുവിച്ചു. മാത്തർ പോപ്പുലി ഫിദേലിസ് എന്ന ആ രേഖ പുറത്തു വന്നതോടെ ഒരുപാട് ആശങ്കകളും അഭിപ്രായ വ്യത്യാസങ്ങളും അതിനെക്കുറിച്ച് വ്യാപിക്കുകയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിനൊരു കൃത്യതയോടുകൂടിയ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവേണ്ടത് ആവശ്യമായതാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ട് അതിൽ ചില വിശദീകരണങ്ങൾ നൽകാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ വേളയിൽ. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു രേഖ പുറത്തിറക്കിയത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആരാണിത് പബ്ലിഷ് ചെയ്തത്, എന്താണ് ഇതിന് പിന്നിലുള്ള ചരിത്രം, പിന്നിലുള്ള ലക്ഷ്യം എന്നെല്ലാം നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് കൂടുതൽ അത് വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ വല്ലാതെ ഉണ്ടാവുകയും മാതാവിനോടുള്ള ഭക്തി ഇനി ആവശ്യമില്ല, മാതാവിനെ സഭയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു, മാതാവിൻ്റെ മധ്യസ്ഥം ഇനി വേണ്ട എന്ന് മാർപ്പാപ്പ പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രചരണങ്ങൾ പലതരത്തിലും പലരും നടത്തുകയുണ്ടായി. വിശ്വാസ സമൂഹം ആശയക്കുഴപ്പത്തിലുമായി. ഇതിന് വിശദീകരണങ്ങൾ ഇതിനോടകം തന്നെ കൃത്യമായ വിധം ഔദ്യോഗികമായി തന്നെ നൽകിയിട്ടുമുണ്ട്. എങ്കിലും കുറച്ചുകൂടി അക്കാര്യത്തിൽ ഒരു സഹായം എന്ന നിലയിലാണ് ഇതുപോലൊരു തിരുനാൾ അവസരത്തിൽ ഒരു വിശദീകരണം കൂടി നൽകാനായിട്ട് ഞാനും ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം വളരെ ശ്രദ്ധേയമാണ്. മാത്തർ പോപ്പുലി ഫിദേലിസ് എന്നുള്ള ആ ഔദ്യോഗിക രേഖ ഡിക്കാസ്ട്രി ഫോർ ഡോക്ട്രിൻ ഓഫ് ദ ഫെയ്ത്ത് DDF എന്ന വിശ്വാസ കാര്യാലയമാണ് ഇത് പുറപ്പെടുവിച്ചത്. വത്തിക്കാൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വിശ്വാസ കാര്യാലയമാണ്. ഔദ്യോഗികമായിട്ട് ഇത് സൈൻ ചെയ്തത് ഈ കാര്യാലയത്തിൻ്റെ പ്രീഫെക്റ്റായ കാർഡിനൽ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് ആണ്. വത്തിക്കാൻ്റെ ഡിക്കാസ്ട്രികൾക്കൊക്കെ ഒരു പ്രത്യേക ചുമതല വഹിക്കുന്ന കാർഡിനൽസ് ഉണ്ടാവും. അദ്ദേഹമാണ് ഇതിൽ സൈൻ ചെയ്തുകൊണ്ട് ഔദ്യോഗികമായിട്ട് പുറത്തിറക്കുന്നതും. നവംബർ 4 2025 പുറത്തിറക്കിയ ഈ പ്രബോധനം, ഇതിൻ്റെ ലക്ഷ്യം യഥാർത്ഥത്തിലുള്ള മാതൃഭക്തിയെ വേണ്ട വിധം പരിപോഷിപ്പിക്കുക, ആവശ്യമായ തിരുത്തലുകൾ വരുത്തേണ്ട ഇടങ്ങളിൽ തിരുത്തലുകൾ വരുത്തുക. ഇതാണ് ഇതിൻ്റെ പിറകിലുള്ള ലക്ഷ്യം. ഈ ഔദ്യോഗിക കാര്യാലയം ഡോക്ട്രിൻ ഓഫ് ദ ഫെയ്ത്ത്, ഡിക്കാസ്ട്രി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ദ ഫെയ്ത്ത് എന്ന ഈ കാര്യാലയത്തിൻ്റെ ലക്ഷ്യം തന്നെ വിശ്വാസ കാര്യങ്ങളിൽ വേണ്ട പ്രബോധനങ്ങൾ സഭയിൽ നൽകുക. എവിടെങ്കിലുമൊക്കെ പ്രതിസന്ധികളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ, തെറ്റുകൾ എവിടെങ്കിലും ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി ഇടപെട്ട് തിരുത്തുക എന്നൊക്കെയുള്ളതാണ്. ഒരു 10-30 വർഷങ്ങളായിട്ട് ഈ 2-3 ടൈറ്റിലുകളെ കുറിച്ച്, മാതാവുമായി ബന്ധപ്പെട്ട ചില ശീർഷകങ്ങളെക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ പല സ്ഥലത്തായിട്ട് ഉയർന്നു വരുന്നതായി വത്തിക്കാൻ മനസ്സിലാക്കിയിരുന്നു. അത് സംബന്ധിച്ച കത്തുകളും നിരവധിയായിട്ട് ഈ ഡിക്കാസ്ട്രിയിലേക്ക് ലഭിച്ചിരുന്നു. മാർപ്പാപ്പമാർ തന്നെ ഈ കാര്യത്തിൽ ഇടപെടുകയും ഇതിനെക്കുറിച്ച് പഠിക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ ശീർഷകങ്ങൾ, എന്തൊക്കെയാണ് ഇവിടെ പരാമർശ വിഷയമാകുന്ന ആശയക്കുഴപ്പം മാറ്റണം എന്ന് ആവശ്യപ്പെടുന്ന ശീർഷകങ്ങൾ എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. 3 പ്രധാനപ്പെട്ട ശീർഷകങ്ങളിലാണ് ഈ ആശയക്കുഴപ്പം ഉണ്ട് എന്ന് വത്തിക്കാൻ നിരീക്ഷിക്കുന്നത്. ആ 3 ശീർഷകങ്ങൾ ഇവയൊക്കെയാണ്. അതിൽ ഒന്നാമത്തെ ശീർഷകം കോറഡംഡിക്റ്റ്, സഹരക്ഷക എന്ന ഒരു ശീർഷകം. മറ്റൊന്ന് മെഡിയാട്രിക്സ് അല്ലെങ്കിൽ സാർവത്രിക മധ്യസ്ഥ എന്ന ശീർഷകം. മൂന്നാമത്തത് മീഡിയേറ്റർ ഓഫ് ഓൾ ഗ്രേസസ്, സകല കൃപാവരങ്ങളുടെയും മധ്യസ്ഥ. ഈ 3 ശീർഷകങ്ങളെക്കുറിച്ചാണ് ഇതിനകത്ത് ചില
തിരുത്തലുകൾ ആവശ്യമാണ് എന്ന് പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ കാര്യകാരണ സഹിതം ഈ ഡോക്യുമെൻ്റ് കൃത്യമായി പഠിക്കുന്നുമുണ്ട്. ഈ ഡോക്യുമെൻറ്റിന് 80 ഖണ്ഡികകളാണുള്ളത്. ആദ്യത്തെ ഒരു ആമുഖം തുടർന്ന് വരുന്ന ഒരു 15 ഖണ്ഡികകളിലുമായിട്ട് മാതാവുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ ശീർഷകങ്ങളെക്കുറിച്ച് ചുരുക്കത്തിലും എന്നാൽ വ്യക്തമായുമുള്ള പ്രതിപാദനങ്ങൾ നൽകുന്നുണ്ട്. ആദ്യ ഭാഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തേണ്ടി വരുന്നത് എന്ന് പറയുന്നുണ്ട്. പലതരത്തിലുമുള്ള കൺഫ്യൂഷൻസ്, വിവിധ മേഖലകളിൽ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നതായുള്ള നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളും ഈ കാര്യാലയത്തിന് ലഭിക്കുകയുണ്ടായി വർഷങ്ങളായിട്ട്. അതുകൊണ്ട് തന്നെ ഏറെ വർഷങ്ങൾ ഈ കാര്യത്തിലൊക്കെ പഠിക്കുകയും അതിനുശേഷം വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകണമെന്ന് നിശ്ചയിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഇങ്ങനൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഇതുപോലൊരു ഔദ്യോഗിക ഡോക്യുമെന്റ് വത്തിക്കാൻ പുറത്തിറക്കുന്നത്. ഈ ഡോക്യുമെന്റിന്റെ ആദ്യ 15 ഖണ്ഡികകളിലും മാതാവിൻ്റെ റോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ എന്തായിരുന്നു, അതെന്തുമാത്രം വിലപ്പെട്ടതാണ്, മാതാവിൻ്റെ സ്ഥാനം എന്താണ് എന്നൊക്കെ ശരിയായ ഒരു പഠനം നൽകുകയാണ്. മാതാവിനെ ഒരു തരത്തിലും ചെറുതാക്കി കാണിക്കാനോ പ്രാധാന്യം നഷ്ടപ്പെടുത്താനോ അല്ല ഈ പഠനമെന്നും മാതാവിൻ്റെ മഹത്വവും രക്ഷാകര പദ്ധതിയിലുള്ള മാതാവിൻ്റെ സഹകരണവും പങ്കും എന്താണെന്ന് കൃത്യം മനസ്സിലാക്കി തരാനുമുള്ള ഒരു ശ്രമമാണ് അവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിലുള്ള പല അംഗീകരിക്കപ്പെട്ട ശീർഷകങ്ങളും അവിടെ പ്രതിപാദന വിഷയമാക്കുന്നുണ്ട്. ഔദ്യോഗികമായിട്ട് മാതാവുമായി ബന്ധപ്പെട്ട് ഡിക്ലെയർ ചെയ്യപ്പെട്ട ടൈറ്റിൽസ് ഉണ്ട്. ആ ടൈറ്റിൽസ് ഇവിടെ വളരെ ലളിതമായി ഹ്രസ്വമായി പ്രതിപാദിക്കുന്നുമുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ടൈറ്റിൽ ദൈവമാതാവ് എന്നതാണ്. അത് സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ളതും പഠിപ്പിക്കുന്നതുമാണ്. ദൈവമാതാവ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് മനുഷ്യനായി അവതരിച്ച ദൈവവും മനുഷ്യനുമായ ഈശോ മിശിഹായുടെ അമ്മ എന്ന അർത്ഥത്തിലാണ് എന്നുള്ളതും വ്യക്തമാണ്. രണ്ടാമത് ഔദ്യോഗികമായിട്ട് സഭ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഒരു ശീർഷകമാണ് എവർ വെർജിൻ, നിത്യകന്യക. മാതാവ് നിത്യകന്യകയാണെന്ന ആ പ്രബോധനം സഭയിൽ എക്കാലത്തുമുണ്ട്. അത് ആദ്യ നൂറ്റാണ്ട് മുതലേ സഭയിൽ പാലിക്കപ്പെടുന്ന ഒരു വിശ്വാസബോധ്യവും വിശ്വാസത്തിൻ്റെ പഠനവുമാണ്. അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. മൂന്നാമത്തത് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ, ജന്മപാപരഹിതയാണ് മാതാവ് എന്നുള്ള ആശയം. അതും കൃത്യമായ രീതിയിൽ സഭ നിർവചിച്ചിട്ടുണ്ട്, പഠിപ്പിക്കുന്നുമുണ്ട്, പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. മറ്റൊന്ന് മാതാവ് സ്വർഗാരോപിതയാണ്, അസംഷൻ ഓഫ് മേരി. മാതാവ് ആത്മശരീരങ്ങളോടുകൂടി രൂപാന്തരം പ്രാപിച്ച് മരണത്തോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ള സത്യം. ഇതൊക്കെ സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള വിശ്വാസ സത്യങ്ങളാണ്. അതിനകത്തൊന്നും ഒരിക്കലും ഒരു തിരുത്തൽ വരുത്തേണ്ട ആവശ്യമില്ല. അതെല്ലാം വ്യക്തമായി തന്നെ സഭ പഠിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് സഭയ്ക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ തിരുത്തിയിരിക്കുന്നു, മാതാവിനോട് ഇനി ഭക്തി ആവശ്യമില്ല എന്നുള്ള പ്രചരണങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല. സഭ ഔദ്യോഗികമായിട്ട് മാതാവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ശീർഷകങ്ങൾ, ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ട്. ഇതുകൂടാതെയും തെറ്റുകൂടാത്ത പല ടൈറ്റിൽസും മാതാവിനെ കുറിച്ച് സഭയുടെ പല പ്രബോധനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് മാതാവ് വിശ്വാസികളുടെ അമ്മയാണ്, മാതാവ് അഭിഭാഷകയാണ്, സഭയുടെ അമ്മയാണ്, മിശിഹായുടെ ശിഷ്യയാണ്, സഭയുടെ മധ്യസ്ഥയാണ്. അങ്ങനെയൊക്കെയുള്ള ശീർഷകങ്ങൾ മാതാവിനെ കുറിച്ച് പലയിടങ്ങളിലും സഭയുടെ പ്രബോധനങ്ങളിലും ആരാധനക്രമത്തിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നും തെറ്റുകൾ ഉണ്ടെന്ന് ആരും കരുതേണ്ട ആവശ്യമില്ല. എന്നാൽ ഇങ്ങനെ ഒരു 3 ശീർഷകങ്ങൾ ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകമായ വിധം പഠന വിഷയമാക്കുകയാണ്. ഈ 15 ശേഷമുള്ള ഖണ്ഡികകളിൽ 80 വരെയുള്ള ഖണ്ഡികകളാണ് തുടർന്ന് ഉള്ളത്. 15 വരെയുള്ള ഖണ്ഡികകൾ കൃത്യമായ വിധം മാതാവിൻ്റെ റോൾ എന്താണ് സഭയിലും വിശ്വാസ സമൂഹത്തിലും രക്ഷാകര ചരിത്രത്തിൽ എന്നൊക്കെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുകയും മാതാവിൻ്റെ മഹത്വം, മാതാവ് എന്തുമാത്രം വിലപ്പെട്ടതാണ്, വിശ്വാസികളുടെ അമ്മ എന്ന നിലയിൽ അവരുടെ സ്ഥാനം എന്നൊക്കെ പഠന വിഷയമാക്കുന്നു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ഔദ്യോഗിക പ്രബോധനം മാതാവിൻ്റെ മഹത്വം ഇല്ലെന്നാക്കുന്നില്ല, മാതാവ് നമ്മുടെ അമ്മ അല്ലെന്ന് പറയുന്നില്ല, മാതാവിനോട് പ്രാർത്ഥിക്കേണ്ട എന്ന് പറയുന്നില്ല, മാതാവിനോട് പ്രാർത്ഥിക്കണം, മാതാവ് നമ്മുടെ എല്ലാ അമ്മയാണെന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്.
പ്രധാനമായിട്ടും ഈ ഡോക്യുമെന്റിന്റെ ശീർഷകം തന്നെ പറഞ്ഞു വെക്കുന്നത് മാത്തർ പോപ്പുലി ഫിദേലിസ് എന്നാണ്, വിശ്വാസികളുടെ അമ്മ എന്നാണ്. അപ്പൊ ഈ ഡോക്യുമെന്റ് കൃത്യം നമ്മളെ പഠിപ്പിക്കുന്നത് വിശ്വാസികളുടെ അമ്മയാണ് മാതാവ് എന്ന ആശയമാണ്. അതാണ് ആദ്യത്തെ ആ ഖണ്ഡികളുടെ എല്ലാം പറഞ്ഞു വെക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഇനി 15 മുതലുള്ള ഖണ്ഡികളിലാണ് ഈ 3 ശീർഷകങ്ങൾ എടുത്ത് പഠന വിഷയമാക്കുന്നത്. അതില് ഒന്നാമത്തെ ശീർഷകം കോറഡംബ്രിക്റ്റ്, അത് സഹരക്ഷകയാണ് മാതാവ് എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുന്ന ശീർഷകമാണ്. അത് വളരെ അധികം ആശയക്കുഴപ്പം ഉണ്ടാകുന്നു എന്ന ഒരു നിരീക്ഷണം എല്ലാ ഭാഗത്തുനിന്നും വർഷങ്ങളായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ശീർഷകം വളരെ ചുരുക്കമായിട്ട് ചില മാർപ്പാപ്പമാർ ഉപയോഗിച്ചിട്ടുണ്ട്. ജോൺ പോൾ II മാർപ്പാപ്പ ഇത് അതിൽ ശരിയായ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് മാതാവ് കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയാണ്. കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ രക്ഷാകര പ്രവൃത്തിക്ക് സഹകാരിണിയായിട്ട് മാറുന്നു എന്ന അർത്ഥത്തിൽ കർത്താവിന്റെ സഹനത്തിലൂടെ, മരണത്തിലൂടെയുള്ള രക്ഷയ്ക്ക് അവളും സഹനം ഏറ്റെടുത്തുകൊണ്ട് സഹകരിച്ചുകൊണ്ട് തന്നെ സമർപ്പിക്കുന്നു എന്നുള്ള ഒരു അർത്ഥത്തിലാണ്, രക്ഷയോട് ഏറ്റവും കൂടുതൽ സഹകരിച്ചവൾ എന്ന അർത്ഥത്തിലാണ് മാർപ്പാപ്പ ഇടയ്ക്ക് ആ ടൈറ്റിൽ ഉപയോഗിച്ച് കാണുന്നത്. എന്നാൽ അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയോ പഠിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടുമില്ല. എന്നാൽ ഇതിനെക്കുറിച്ച് കാർഡിനൽ റാറ്റ്സിംഗർ മുൻപ് തന്നെ വലിയ ദൈവശാസ്ത്രജ്ഞനായ ബെനഡിക്ട് 16 മാർപ്പാപ്പ ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായം മുൻപ് തന്നെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ഇതിനെക്കുറിച്ച് ആരാഞ്ഞപ്പോൾ ഈ ശീർഷകം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ്, അത് ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ പലപ്പോഴും സാധിക്കില്ലാത്തത് കൊണ്ട് അത് ഉപയോഗിക്കുന്നത് അപകടകരമാണ് എന്ന് തന്നെ സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഒപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പായും ഈ ശീർഷകത്തിന്റെ ഉപയോഗത്തിലുള്ള അപകടത്തെക്കുറിച്ച് ഗൗരവമായ രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്, കാരണം അത് പലതരത്തിലും ആളുകളെ വിവിധങ്ങളായ ആശയക്കുഴപ്പങ്ങളിലേക്ക് നയിക്കും എന്നാണ് അദ്ദേഹവും പറയുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഏകരക്ഷകൻ ഈശോ മിശിഹായാണ്. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 12-ാമത്തെ തിരുവചനം നമുക്കെല്ലാം അറിവുള്ളതാണ്. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ രക്ഷയ്ക്കായിട്ട് ഈശോയുടേതല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഏകരക്ഷകൻ ഈശോ മിശിഹായാണ്. മാതാവിനെ സഹരക്ഷക എന്ന പേര് വിളിക്കുമ്പോൾ ആ ഏകരക്ഷകനായ മിശിഹായുടെ പൂർണ്ണമായ ഏക രക്ഷ സാധ്യമാക്കിയ ദൈവപുത്രൻ എന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട റോളിന് ഭംഗം വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ആശയത്തിൽ തിരുത്തലുകൾ വേണം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഈ യൂസേജ് 15-ാം നൂറ്റാണ്ടിലാണ് ആദ്യം ആരംഭിക്കുന്നത്. അത് 15-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച സമയത്ത് ഈശോയുടെ രക്ഷാകര പ്രവർത്തിയിൽ എന്തെങ്കിലും കുറവ് വരണമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ചിലരൊക്കെ ഉപയോഗിച്ചതൊന്നുമല്ല, മറിച്ച് മാതാവ് രക്ഷയുടെ ഏറ്റവും അടുത്ത സഹകാരിണിയാണ് എന്ന തരത്തിൽ ഒരു പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു ശീർഷകം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പിന്നീട് അത് പ്രായോഗികമായിട്ട് ഉപയോഗിച്ചു വന്നപ്പോഴേക്കും അതിനെ വ്യത്യസ്തമായ മാനങ്ങളിൽ പലരും തെറ്റിദ്ധരിക്കുന്നു എന്ന് കണ്ടതുകൊണ്ടാണ്. സഭയൊരിക്കലും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. അത് ആദ്യം ഉപയോഗിച്ചത് തന്നെ ഒരു അനോണിമസ് ഹിമ്മിലാണ് അത് വന്നത്. ഓസ്ട്രിയയിലുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു ഹിമ്മിൽ അത് ആദ്യമായിട്ട് ഇങ്ങനെ കാണപ്പെട്ടതാണ്, സഹരക്ഷക എന്നുള്ള പദം തന്നെ. അത് പിന്നീട് പലരും ഉപയോഗിച്ചു വന്നപ്പോഴേക്കും അതിന് ആശയക്കുഴപ്പങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകുന്നുവെന്ന് കാണുകയും അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ വേണമോ വേണ്ടയോ എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുകയൊക്കെ ഉണ്ടായി. ഏറ്റവും അവസാനം വളരെ കൃത്യമായ വിധം നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത് പോലെ നല്ലൊരു ഡോക്യുമെന്റിലൂടെ ഈ ആശയങ്ങൾ പരിഹരിച്ചുകൊണ്ട് വ്യക്തമായ ഒരു ധാരണ തരികയുണ്ടായി. 1 തിമോത്തി 2:5-6 ഈ ആശയം തന്നെ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്. അതായത്, എന്തെന്നാൽ ഒരു ദൈവമേ നമുക്കുള്ളൂ, മനുഷ്യർക്ക് മധ്യസ്ഥനായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ രക്ഷകനായിട്ട്, അത് മനുഷ്യനായ ഈശോ മിശിഹായാണ് എന്ന ആശയം അവിടെയും കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം അവൻ തന്റെ രക്ഷാകരമായ മരണത്തിലൂടെ രക്ഷ നേടിത്തന്നു എന്ന ആശയമാണ് ഇവിടെ പങ്കുവെക്കുന്നത് തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. ഈ ശീർഷകം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതായതുകൊണ്ട് അത് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന തരത്തിലാണ് ഡോക്യുമെന്റ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ശീർഷകം മെഡിയാട്രിക്സ്, സാർവത്രിക മധ്യസ്ഥ എന്ന ഒരു ശീർഷകം ഉപയോഗിച്ച് കാണുന്നുണ്ട്.
അത് ആദ്യമായിട്ട് ആ ഒരു ചിന്തയും ആശയങ്ങളും ഒക്കെ ചില ഫാദേഴ്സിലൂടെയൊക്കെയാണ് രൂപപ്പെട്ടു വന്നത്. സഭാപിതാക്കന്മാർ അതിനെ കൃത്യമായ രീതിയിൽ അതിന് ശരിയായ അർത്ഥത്തിലാണത്. മാതാവ് മിശിഹായിലേക്ക് നയിക്കുന്ന ഒരു മധ്യസ്ഥയാണ് നമുക്കെല്ലാം, അവൾ അമ്മയാണ് എന്നൊരു ചിന്തയിലാണ് അതൊക്കെ ആദ്യമായിട്ട് ആ വാക്ക് ഉപയോഗിച്ച് കാണുന്നതെങ്കിലും പിന്നീട് ആ ഉപയോഗം അതൊരു 6th സെഞ്ചുറിയിലൊക്കെ അങ്ങനെ ആ വാക്ക് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലല്ലെങ്കിലും ഉപയോഗിച്ചായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഒരു 12th സെഞ്ചുറിയിലേക്ക് വന്നപ്പോഴേക്കും അത് വെസ്റ്റിൽ കുറച്ചുകൂടി പരക്കെ ആ വാക്ക് ഉപയോഗിക്കുകയും അതിൻ്റെ അർത്ഥത്തിലൊക്കെ കൂടുതൽ കൺഫ്യൂഷൻസ് സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. അതായത് ഈശോ മിശിഹായാണ് ഏക മധ്യസ്ഥൻ എന്നുള്ള ആ ഒരു ആശയത്തെ അത് കുറെയെല്ലാം ഭംഗം വരുത്തുന്നു എന്ന് കാണുന്നത് കൊണ്ടാണ് ഏകരക്ഷകൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഏക മധ്യസ്ഥനുമാണ് ഈശോ മിശിഹ എന്നതിന് ഒരു സംശയമില്ല. അത് വിശുദ്ധ സുവിശേഷവും ലേഖനങ്ങളും എല്ലാം വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ്. ഈശോ എങ്ങനെയാണ് ഏക മധ്യസ്ഥൻ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? സ്വർഗത്തെ ഭൂമിയുമായിട്ട് രമ്യതപ്പെടുത്തുന്ന ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിലൂടെ മനുഷ്യവംശത്തെ മുഴുവനും നേടിയെടുത്ത സ്വർഗത്തിന്റെയും മനുഷ്യന്റെയും ഇടയിലുള്ള ഏക മധ്യസ്ഥനാണ് ഇവിടുന്ന്. അല്ലെ, ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള ഏക മധ്യസ്ഥനാണ്. രക്ഷ നേടിത്തന്ന ആ മധ്യസ്ഥത, അതാണ് ഈശോ മിശിഹ എന്ന ഏക മധ്യസ്ഥൻ. അതിന് ഒരിക്കലും ഒരു കോട്ടമുണ്ടാകാൻ പാടില്ല എന്നുള്ള ചിന്ത മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു ടൈറ്റിലിനകത്തും അപാകതയുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഇടയാകുന്നത്. മീഡിയേഷൻ എന്ന് പറയുന്നത് മനുഷ്യരിലൂടെ സാധ്യമാണ്. അതിന് മധ്യസ്ഥ പ്രാർത്ഥന ഇനി പാടില്ല എന്ന് യാതൊരു അർത്ഥവുമില്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലൊക്കെ ഇങ്ങനെ തിരുവചനം പറയുന്നുണ്ട്: എന്നിൽ വിശ്വസിക്കുന്നവർ ഞാൻ ചെയ്ത പ്രവൃത്തികൾ ചെയ്യും, അവർ അതിൽ കൂടുതലും ചെയ്യും എന്ന് ഒക്കെ കർത്താവ് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ കർത്താവിന്റെ പ്രവൃത്തികൾ ചെയ്യുവാനുള്ള ഒരു പങ്കാളിത്തം നമുക്ക് ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും തിരുവചനം തന്നെ പറയുന്നതാണ്. ആ പങ്കാളിത്തത്തെ, ഒരു മധ്യസ്ഥതയെ ഒരു പാർട്ടിസിപ്പേറ്ററി മീഡിയേഷൻ എന്നാണ് ഈ പ്രബോധനം സൂചിപ്പിക്കുന്നത്. അത് ഈശോ മിശിഹായുടെ ഏക മധ്യസ്ഥൻ എന്ന കാര്യത്തിൽ ഒരു കുറവും വരുന്നില്ല. ഈശോ മിശിഹായുടെ ആ ഒരു കൂട്ടായ്മയിൽ നിന്നുകൊണ്ടുള്ള ഒരു പാർട്ടിസിപ്പേറ്ററി മീഡിയേഷൻ എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധരുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കരുത് എന്ന് ഒരിക്കലും ഈ രേഖ നമ്മോട് പറയുന്നില്ല. ആദ്യ നൂറ്റാണ്ട് മുതലേ വിശുദ്ധരുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന പതിവ് സഭയിലുണ്ട്. വിശുദ്ധരെ വണങ്ങുന്ന പതിവുണ്ട്. രക്തസാക്ഷികളെ വണങ്ങുന്ന പതിവാണ് ആദ്യമൊക്കെ സഭയിൽ രൂപപ്പെട്ടു വന്നത്. പിന്നീട് അതുപോലെ വിശുദ്ധരായി വിരോചിതമായി ജീവിച്ച ആളുകൾ അവരോട് പ്രാർത്ഥിക്കുന്ന രീതിയൊക്കെ ഉണ്ടായി. അവരെ വണങ്ങുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന രീതി സഭയിൽ നിലവിൽ വന്നു. അപ്പൊ ഇതെല്ലാം സഭ എന്നും കാര്യമായിട്ട് കാണുകയും കരുതുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ മറ്റുള്ളവരുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. പൗലോസ് അതിനെ പറയാറുണ്ട്, ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം കിട്ടാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് വിശ്വാസികളോട് പറയുന്ന കാര്യമാണ്. അവർ ദൈവവുമായിട്ട് ബന്ധമുള്ളവരാണ്, വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കും. അതൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് വിശ്വസിക്കുന്നവരായ ആളുകൾ, ദൈവവുമായിട്ട് ബന്ധപ്പെട്ടവർ, മരണശേഷം ദൈവസന്നിധിയിൽ എത്തിയവർക്കും ഇതേ തരത്തിൽ മധ്യസ്ഥം വഹിക്കാനായിട്ട് സാധിക്കുമെന്ന് സഭ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശുദ്ധരുടെ മധ്യസ്ഥം ഒരിക്കലും സഭ ഇല്ല എന്ന് പറയുന്നില്ല. വിശുദ്ധരോട് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ വിശുദ്ധരിൽ ഏറ്റവും പ്രഥമ സ്ഥാനീയാണ് പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മധ്യസ്ഥ ശക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ടതാകാൻ കാരണം അവൾ ആദ്യം രക്ഷിക്കപ്പെട്ടവളാണ് എന്ന അർത്ഥത്തിലാണ്. അവൾ കർത്താവിന് പിറക്കാനായി തൻ്റെ ജീവിതം സമർപ്പിച്ചു, ഉദരവും ഹൃദയവും എല്ലാം സമ്മാനിച്ചവളാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഈശോയോടൊപ്പം ആയിരുന്നുകൊണ്ട് ഈശോയോടൊപ്പം നടന്ന് ഈശോയുടെ രക്ഷാകര പ്രവർത്തികളിൽ പങ്കുചേർന്ന ആ അമ്മ സാന്നിധ്യം ഏറ്റവും അടുത്തുള്ള, ഏറ്റവും വിശുദ്ധരിൽ ഏറ്റവും ഔന്നത്യമുള്ള മധ്യസ്ഥയാണ് എന്നുള്ള സത്യമാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും മാതാവിന്റെ മധ്യസ്ഥം നമ്മൾ പ്രാർത്ഥിക്കുന്നത്, വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണെന്ന് നമ്മൾ മറക്കരുത്. ഇനി മൂന്നാമത്തെ ഒരു ശീർഷകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പറയുക, സകല കൃപാവരങ്ങളുടെയും മധ്യസ്ഥ. സകല കൃപാവരങ്ങളുടെയും മധ്യസ്ഥ എന്ന പദപ്രയോഗവും സാവധാനം ഇങ്ങനെ സഭയിലെ ചില വ്യക്തികളിലൂടെയൊക്കെ ഉപയോഗിച്ച് പ്രാബല്യത്തിൽ വന്നതാണ്. അത് പല പ്രാർത്ഥനകളിലും അങ്ങനെ കാണുന്നുണ്ട്. അതൊക്കെ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ടതോ ഔദ്യോഗികമായ ഒരു ആരാധനാക്രമത്തിലോ അവയൊന്നുമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം.
ചില വ്യക്തികളുടെ ഉപയോഗത്തിലൂടെയൊക്കെ നിലവിൽ വന്ന പ്രാർത്ഥന എന്ന് മാത്രമേ, അല്ലെങ്കിൽ ഉപയോഗം എന്ന് മാത്രമേ അതിനെക്കുറിച്ച് കാണേണ്ടതുള്ളൂ. എല്ലാ കൃപാവരങ്ങളുടെയും ഉറവിടം കർത്താവാണ്. ത്രിയേക ദൈവമാണ് എല്ലാ കൃപാവരങ്ങളുടെയും ഉറവിടം. അതുകൊണ്ട് കൃപാവരങ്ങൾ ദൈവത്തിൽ നിന്നാണ് നൽകപ്പെടുന്നത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ പരിശുദ്ധ കന്യകാമറിയം എങ്ങനെയാണ് കൃപയോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച വ്യക്തി എന്ന നിലയിൽ അതിന് സഹായിയായിട്ട് മാതാവ് നിൽക്കുന്നു. ഖാനായിലെ കല്യാണ വിരുന്നിലെ കാര്യമെടുക്കൂ. പരിശുദ്ധ കന്യകാമറിയം അവൻ പറയുന്നത് പോലെ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. അപ്പം ദൈവത്തിന്റെ കൃപ, അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്ന ഒരു ചാനലായിട്ട് വർത്തിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. മാതാവല്ല കൃപാവരത്തിന്റെ സോഴ്സ്. മാതാവ് ഒരു ചാനലായിട്ട് നിൽക്കുന്നയാളാണ്, ഈശോയിലേക്ക് നയിക്കുന്ന വ്യക്തിയാണ്. ആ അർത്ഥത്തിലാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സകല കൃപാവരങ്ങളുടെയും മധ്യസ്ഥ എന്ന ആ ഉപയോഗത്തിലും തെറ്റുധാരണകൾ ഉണ്ടാകാൻ ഇടയുള്ളത് കൊണ്ട് അതും വേണ്ട വിധം മനസ്സിലാക്കണം. അത്തരം ഉപയോഗങ്ങൾ ഒഴിവാക്കണമെന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇനി പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിൽ മാതാവിന്റെ അമലോത്ഭവത്തെക്കുറിച്ച് വളരെ ഹ്രസ്വമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. പരിശുദ്ധ കന്യകാമറിയം അമലോത്ഭവയാണെന്നുള്ള വിശ്വാസ സത്യം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു എന്ന് നമ്മൾ കണ്ടല്ലോ. മാതാവ് അമലോത്ഭവയാണെന്ന് പറയുമ്പോൾ എന്താണ് സഭ അർത്ഥമാക്കുന്നത്? പരിശുദ്ധ കന്യകാമറിയം ജന്മപാപമില്ലാതെ സവിശേഷമായ വിധം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവളാണ് തൻ്റെ പുത്രന് ജന്മം കൊടുക്കാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഉത്ഭവം മുതൽ തന്നെ അവൾ പാപരഹിതയാണ്. അത് സവിശേഷമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതിയിൽ, രക്ഷാകര പദ്ധതിയിൽ അവൾക്ക് ഒരു സവിശേഷമായ സ്ഥാനം നൽകപ്പെട്ടു. അതുകൊണ്ട് അവൾ കൃപാവര പൂർണ്ണയാണ്. ഖൈറെ എന്നൊരു വാക്കാണ് ഇവിടെ മാതാവിനെ അഭിസംബോധന ചെയ്യാനായിട്ട് സ്വസ്തി എന്ന് മാലാഹ അഭിസംബോധന ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മൂല വാക്കിന്റെ ഗ്രീക്ക് പദം. അതായത് ആ മൂലപദം അർത്ഥമാക്കുന്നത് നീ സന്തോഷിക്കുക, സന്തോഷിക്കുക. ഖൈറ എന്ന് പറഞ്ഞാൽ ആനന്ദിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. മാതാവിന് നൽകുന്ന വലിയ ഒരു അഭിവന്ദനമാണത്. മാതാവിനെ മാലാഹ അഭിനന്ദിക്കുകയും സന്തോഷിക്കാൻ ആവശ്യപ്പെടുകയുമാണ്. അതിന്റെ കാരണം മാതാവ് കൃപാവരത്തോട് പൂർണ്ണമായിട്ട് സഹകരിച്ചവളാണ്, കൃപാവരം നിറഞ്ഞവളാണ്. കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറയുമ്പം കൃപ നിറഞ്ഞവളെ എന്നുള്ള ആ ഒരു പദത്തിന്റെ പരിഭാഷയിൽ, അതിന്റെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൃപാവരത്താൽ രൂപാന്തരപ്പെട്ടവളെ എന്ന അർത്ഥത്തിൽ ഉള്ള ഒരു വാക്കാണ്. കൃപാവരത്താൽ രൂപാന്തരപ്പെട്ടവളാണ് മാതാവ്. പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിന്റെ സവിശേഷമായ ഇടപെടലിലൂടെ കൃപാവരത്താൽ രൂപാന്തരപ്പെട്ടു. പരിശുദ്ധ കന്യാമരത്തിന്റെ അമലോത്ഭവത്തെക്കുറിച്ചും ഈ ഡോക്യുമെന്റിന്റെ 14-ാമത്തെ ഖണ്ഡികയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് ഈ ഖണ്ഡിക പറയുന്നത്, ഈ പ്രബോധനം ഇങ്ങനെയാണ്: അവൾ ആദ്യം രക്ഷിക്കപ്പെട്ടവളാണ്. ആദ്യം രക്ഷിക്കപ്പെട്ടവൾ എന്ന നിലയിലാണ് അവളെ ഈ ഡോക്യുമെന്റ് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നതും കാണുന്നതും. അവളുടെ ജീവിതത്തിൽ സവിശേഷമായ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടായി എന്നതുകൊണ്ടാണ് അത്തരത്തിൽ അങ്ങനെ പറയാൻ ഇടയാകുന്നത്. അവൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്, ദൈവകൃപയോട് പൂർണ്ണമായിട്ട് സഹകരിച്ചവളാണ്, ദൈവകൃപയാൽ രൂപാന്തരപ്പെട്ടവളാണ്. അതുകൊണ്ട് രക്ഷയുടെ ആദ്യ ഫലം എന്ന് പറയാവുന്ന വ്യക്തിയായിട്ട് മാതാവ് മാറുന്നു എന്നൊരാശയമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ കൃപ നിറഞ്ഞ ആ ജീവിതത്തിന്റെ നിറഞ്ഞ സാന്നിധ്യമാണ്. മാതാവ് ഈശോടൊപ്പം അനുയാത്ര ചെയ്ത് എപ്പോഴും ഉണ്ടായിരുന്നു നമുക്കറിയാം. മാതാവ് പറഞ്ഞ ആ വാക്കുകൾ, ദൈവദൂതന്റെ അഭിസംബോധനയ്ക്കും ദൈവദൂതന്റെ അറിയിപ്പിനും ശേഷം മാതാവ് പറയുന്ന വാക്കുണ്ട്: ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ദൈവദൂതൻ പറയുന്നൊരു വലിയൊരു ഉറപ്പുണ്ട്. അതിനോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കും, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അതിനുള്ള ഉത്തരമായിട്ടാണ് മാതാവ് പറയുന്നത്: ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ നമുക്കെന്നും സ്നേഹം നിറഞ്ഞ അമ്മയാണ്, വിശ്വാസികളുടെ മാതാവാണ്. വിശ്വാസികളുടെ മാതാവ് എന്ന് മാതാവിനെ വിശേഷിപ്പിക്കുവാനാണ് ഈ ഡോക്യുമെന്റ് അതിന്റെ പൂർണ്ണതയിൽ അതിനെ മുഴുവനായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അർത്ഥം വയ്ക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. വിശ്വാസികളുടെ അമ്മയാണ് മാതാവ്. വിശ്വാസികളുടെ അമ്മ എന്ന നിലയിൽ കുരിശൻ ചുവട്ടിൽ വെച്ച് യോഹന്നാന് ഈശോ അവളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു: ഇതാ നിന്റെ അമ്മ. യോഹന്നാൻ വിശ്വാസ സമൂഹത്തെ മുഴുവനും റെപ്രസെന്റ് ചെയ്യുന്ന ശിഷ്യനാണ്. അതോടുകൂടി തന്നെ അയാൾ മാതാവിനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു എന്നും തിരുവചനം പറയും. ഹൃദയത്തിൽ സ്വീകരിച്ചു.
പരിശുദ്ധ അമ്മയ്ക്ക് മകനായിട്ട് യോഹന്നാൻ മാറുക എന്ന് മാത്രമല്ല, സകല വിശ്വാസികളും ഈ അമ്മയുടെ മക്കളാണെന്നുള്ള ആ ചിന്ത ഈ ഡോക്യുമെന്റ് കൃത്യമായിട്ട് പറഞ്ഞു വെക്കും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ഭക്തിയും ഒട്ടും കുറയുകയല്ല വേണ്ടത്. അതിനെ യഥോചിതം മനസ്സിലാക്കി ആഴത്തിൽ അത് സ്വീകരിക്കുകയാണ് വേണ്ടത്. പരിശുദ്ധ അമ്മ നമുക്ക് എന്നും അത്തരത്തിൽ പ്രാർത്ഥനാ സഹായം നൽകുന്ന മധ്യസ്ഥയാണ്, ഈശോമിശിഹായിലേക്ക് നയിക്കുന്ന വ്യക്തിയാണ്. പരിശുദ്ധ അമ്മ നമുക്കെന്നും മാതൃകയാണ്. അവൾ സഭയുടെ അമ്മയാണ്, മിശിഹായുടെ ശിഷ്യയാണ്. അവൾ നമുക്കെപ്പോഴും സഹായിയായി നമ്മുടെ കൂടെയുണ്ട്. അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് നടക്കാം. അവൾ നമ്മെ ഈശോയിലേക്ക് നയിക്കും. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും വളരെ സ്നേഹത്തോടെ ഏവർക്കും ആശംസിക്കുന്നു. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ വളരാൻ നമുക്ക് സാധിക്കണം. അത് വികലമാവാതെ ഈശോയിലേക്ക് നയിക്കുന്ന, കർത്താവിനെ നാഥനും രക്ഷകനുമായി ഏറ്റുപറയുന്ന അർത്ഥവത്തായ ഭക്തിയായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.